മലയാള സിനിമയിലെ പാൻ ഇന്ത്യൻ താരമെന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കാൻ കഴിയുന്ന പ്രതിഭയാണ് പൃഥ്വിരാജ് സുകുമാരൻ. താരത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ദ്രമിപ്പിലാണ് രാജ്യത്തെമ്പാടുമുള്ള ആരാധകർ ഇന്ന്. 43 വയസ്സ് പിന്നിടുമ്പോൾ പൃഥ്വിരാജിന്റെ കരിയറിൽ തിരിഞ്ഞു നോക്കിയാലും നേട്ടങ്ങളുടെ റെക്കോർഡുകളുടെ ഒരു നീണ്ട നിര തന്നെ കാണാൻ തെളിയുക. അത്രയും വലിയൊരു കരിയറിൽ തന്നെയാണ് താരം കുറഞ്ഞ പ്രായത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുത്തത്. പ്രായം അധികം ആയിട്ടില്ലെങ്കിലും താരം സിനിമയിൽ എത്തിയിട്ട് 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടു കഴിഞ്ഞുവെന്നാണ് പ്രധാന കാര്യം. കൃത്യമായി പറഞ്ഞാൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത 'നന്ദനം' എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു പൃഥ്വിയുടെ അരങ്ങേറ്റം. ഒരു കാലത്ത് ഇൻഡസ്ട്രിയിലെ സെൻസേഷൻ ആയിരുന്ന സുകുമാരന്റെ മകൻ എന്ന ലേബലോട് കൂടിയാണ് എത്തിയെങ്കിലും അതൊക്കെ പിൽക്കാലത്ത് മറികടക്കാൻ താരത്തിനായി. 100-ലധികം ചിത്രങ്ങളിൽ പൃഥ്വിരാജ് വേഷമിട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും ഒടുവിൽ ഇതാ സാക്ഷാൽ രാജമൗലിയുടെ ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ മഹേഷ് ബാബുവിന്റെയും പ്രിയങ്ക ചോപ്ര എന്നിവർക്കൊപ്പം പൃഥ്വിയും എത്തുന്നുണ്ട്. ഒന്നാം ഷെഡ്യൂൾ ഷൂട്ട് പൂർത്തിയാക്കിയ താരത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നായിരിക്കും ഇതെന്ന് ഉറപ്പാണ്. നേരത്തെ പ്രശാന്ത് നീലിന്റെ സലാറിലും പൃഥ്വിരാജ് വേഷമിട്ടിരുന്നു. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ രാജ്യത്തൊട്ടാകെ പ്രീതി നേടിയിട്ടുള്ള പൃഥ്വി തന്റെ കരിയറിൽ സംവിധായക കുപ്പായം അണിഞ്ഞപ്പോഴും റെക്കോർഡുകൾ വഴിമാറിയിരുന്നു. ആദ്യ സംരംഭമായ ലൂസിഫറിലൂടെ പുതിയ ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച പൃഥ്വി അതിന്റെ രണ്ടാം ഭാഗത്തോടെ 250 കോടി കളക്ഷൻ എന്ന മാർക്കും മലയാളത്തിൽ പിന്നിട്ടെന്ന് അറിയാം. പൃഥ്വിരാജിന്റെ ജീവിതത്തിലെ ചില രസകരമായ കാര്യങ്ങൾ. നടൻ എന്നതിലുപരി നിർമ്മാതാവ്, ഡിസ്ട്രിബ്യൂട്ടർ, സംവിധായകൻ, ഗായകൻ എന്നിങ്ങനെ സകല മേഖലയിലും കൈവച്ചിട്ടുള്ള പൃഥ്വിയുടെ വളർച്ച ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും സമ്പന്നരായ താരങ്ങളിൽ ഒരാളായി മാറാൻ പൃഥ്വിരാജിന് കഴിഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിന്റെ ആസ്തിയും സാമ്പത്തിക നിലയും ജീവിതശൈലിയും പ്രകടമാക്കാൻ താനും. കഴിഞ്ഞ സെപ്റ്റംബറിലെ കൊയ്മോക്കിലെ റിപ്പോർട്ടനുസരിച്ച് പൃഥ്വിരാജ് സിംഗിന്റെ മൊത്തം ആസ്തി ഏകദേശം 56 കോടി രൂപയാണെന്ന് കണക്കാക്കപ്പെടുന്നു. 2024 മാത്രം അദ്ദേഹത്തിന്റെ 2 ചിത്രങ്ങളിൽ നിന്ന് ഏകദേശം 250 കോടി കളക്ഷൻ നേടിയിരുന്നു. എന്നാൽ ഈ വർഷം സംവിധാനം ചെയ്ത ചിത്രമായ എമ്പുരാൻ ആവട്ടെ മലയാളത്തിലെ കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം ഭേദിച്ച് മുന്നേറുകയും ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് പ്രകാരം പൃഥ്വിരാജിന് ഒരു സിനിമയ്ക്ക് 4 കോടി മുതൽ 10 കോടി രൂപ വരെ പ്രതിഫലം വാങ്ങുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത്. മലയാള സിനിമാ വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്നവരിൽ ഒരാളായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. രാജമൗലി ചിത്രത്തിൽ അടക്കം റെക്കോർഡ് പ്രതിഫലമാണ് പൃഥ്വിരാജ് സ്വന്തമാക്കി എന്നും സൂചനയുണ്ട്. പൃഥ്വിരാജിന്റെ ജീവിതശൈലി അദ്ദേഹത്തിന്റെ സമ്പന്നതയെ പ്രതിഫലിപ്പിക്കുന്നു. അദ്ദേഹം തന്റെ കൂടുതൽ സമയവും ചെലവഴിക്കുന്ന കൊച്ചിയിലെ തന്റെ ആഡംബര ബംഗ്ലാവിലാണ്. കൂടാതെ മുംബൈയിലെ ബാന്ദ്രയിലെ പാലി ഹിൽസ് ഏകദേശം 17 കോടി വിലമതിക്കുന്ന ഒരു വസതിയും അദ്ദേഹത്തിനുണ്ട്. ഇതുകൂടാതെ തന്റെ നിർമ്മാണ കമ്പനിയായ മുംബൈ 30 കോടി രൂപയുടെ ഓഫീസ് സ്ഥലം വാങ്ങിയതായും റിപ്പോർട്ടുകൾ സൂചിക്കുന്നു. ഒരു അസൽ വണ്ടിപ്രാന്തൻ കൂടിയാണ് പൃഥ്വിരാജ് സുകുമാരൻ. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടനുസരിച്ച് പൃഥ്വിരാജിന്റെ ശ്രദ്ധേയമായ കാർ ശേഖരത്തിൽ ഒരു ലംബോർഗിനി ഉറുസ് 001 എന്ന നമ്പർ പ്ലേറ്റുള്ള മെഴ്സീഡസ് AMG G63, ഒരു റേഞ്ച് റോവർ വ്ലോഗ്, ഒരു ലാൻഡ് റോവർ ഡിഫൻഡർ 110, കോടിക്കണക്കിന് വിലമതിക്കുന്ന ഒരു പോർഷെ കയർ എന്നിവയും ഉൾപ്പെടുന്നു.